നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മളുടെ ഏറ്റവും പ്രശ്നമുള്ളൊരു ഏജ് ഗ്രൂപ്പ് ഏതാണ്? ടീനേജ് ഏജ് ഗ്രൂപ്പ് തന്നെ കേട്ടോ. കാരണം കുട്ടികളിൽ നിന്ന് ഒരു മുതിർന്നവരിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയാം. നമുക്ക് ഒരു മിഡിൽ ഏജിലെത്തും. അതായത് കുട്ടികളുടെ സ്വഭാവം അവർക്കുണ്ടാവും, എന്നാൽ താൻ മുതിർന്നതാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അങ്ങനത്തെ വല്ലാത്തൊരു ഏജ് ഗ്രൂപ്പാണ് ഈ ടീനേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒക്കെ ഹോർമോൺസ് ഒരുപാട് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപാട് അവരുടെ ക്യാരക്ടറിൽ തന്നെ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ മുതിർന്നവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടിയായിരുന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ലല്ലോ, ഈ സമയത്ത് എന്ത് ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഇത്ര അഹങ്കാരിയായി മാറുന്നത് എന്താണെന്നൊക്കെ വിചാരിച്ച് പേരൻസ് ആകെ ടെൻഷൻ ആവും. വേറെ കൂട്ടുകെട്ടുകളിൽ വല്ലതും പെട്ട് കാണുമോ, അതുകൊണ്ടാണോ ഇത്ര ക്യാരക്ടർ ചേഞ്ച് ആകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. കാര്യം ഹോർമോൺസിൻ്റെ ചേഞ്ച് തന്നെയാണ്. ഹോർമോൺസ് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആകുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഉണ്ടാവും. ആ സമയത്ത് കുട്ടികൾ വല്ലാണ്ട് തർക്കുത്തരം പറയുക, മുതിർന്നവരെ അനുസരിക്കാതിരിക്കുക, പറയുന്നതൊന്നും കേൾക്കാതിരിക്കുക, വകവയ്ക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ട്രബിൾസ് ഒരുപാട് അവർ കാണിച്ചു തുടങ്ങും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. മുതിർന്ന് വരുമ്പോൾ ഓക്കെ ആയിക്കോളും. പിന്നെ ചീത്ത രീതിയിൽ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം കുട്ടികൾക്ക് അറിയത്തില്ല, പെട്ടെന്നൊരു ചേഞ്ച് വരുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ പലവിധ അഡിക്ഷനിലോട്ട് പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് ടീനേജ് ഏജ് ഗ്രൂപ്പ്. ഈ സമയത്താണ് കുട്ടികൾ മെയിനായിട്ട് ഡയറ്റിങ്ങിലോട്ടൊക്കെ പോകുന്നത്. കാരണം ബോഡി ഫിറ്റ്നസിനെ കുറിച്ചൊക്കെ കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും. ആൺകുട്ടികളിലാണെങ്കിൽ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് പറയുന്ന പല കാര്യങ്ങളും അവർ മൈൻഡിലെടുക്കുകയും മസിൽ ബിൽഡപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഗേൾസ് ആണെങ്കിൽ അവർ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് സെലിബ്രിറ്റീസിനെ പോലെ ആകുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇത് ശരിക്കുള്ളൊരു സൂപ്പർവിഷനിലൊന്നും അല്ല ഇവർ ഡയറ്റ് എടുക്കുന്നത്. യൂട്യൂബിൽ കണ്ട് ഉള്ള ഡയറ്റ് ആയിരിക്കും കൂടുതൽ ഇവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോൾട്ടി ഫുഡ് ഹാബിറ്റ് കാരണം അവർക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുകയും ഒരുപാട് അസുഖങ്ങളിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്യുന്നുണ്ട്. ടീനേജ് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ ബാക്കിയുള്ള ഏജിലെ ആ ഒരു ഡെഫിഷ്യൻസീസ് മേക്കപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ടീനേജ് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണ്, നല്ല ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 40-50 വയസ്സ് ആയിക്കഴിഞ്ഞാലും നമുക്ക് ആ സമയത്ത് വലിയ കാലുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസീസ്, ഇതൊന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത് എന്നതിന് അനുസരിച്ചിരിക്കും മുതിർന്നവർ, അതായത് പ്രായമാകുന്ന ടൈമിൽ നമ്മുടെ ആരോഗ്യവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിപ്പം ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, ഞാൻ വളരെ ഇപ്പോൾ കൺട്രോളാണ്, എന്നിട്ടും എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, എന്നിട്ടും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർ വിചാരിക്കേണ്ട കാര്യം, നിങ്ങൾ ടീനേജ് ഏജ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചൊരു 18 വയസ്സിന് ശേഷമുള്ള ഒരു അഡൽട്ട് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആ സമയത്ത് ഒരുപാട് ഹൈ ഫാറ്റ്, ഹൈ കൊളസ്ട്രോൾ, ഹൈ കാലറി അടങ്ങിയ ആഹാര സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, നിങ്ങളുടെ ഫുഡ് ടൈമിംഗ് ശരിയല്ല, അങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾ വന്നിരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നീടുള്ള നിങ്ങളുടെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് ടീനേജ് ഏജ് ഗ്രൂപ്പിലെ ന്യൂട്രീഷനാണ്. ടീനേജ് ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാലറി സാധാരണ സീരിയൽസ്, ഗ്രെയിൻസ്, ഇതിലൊക്കെ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ ടീനേജ് ഏജ് ഗ്രൂപ്പിൽ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അവർ യൂട്യൂബിൽ നോക്കിയിട്ട് കാർബോഹൈഡ്രേറ്റ് ഒട്ടും പറ്റില്ല, കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വല്ലാണ്ട് കൂടും, കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വയറുണ്ടാകും, ബെല്ലി ഫാറ്റ് വരും, ഇങ്ങനെയുള്ള ധാരണകൾ ഇവർക്ക് പലതും ഉണ്ട്. പക്ഷെ അത് തെറ്റായൊരു കാര്യമാണ്. പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വേണം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി ലഭിക്കുവാനായിട്ട്. ആ കാര്യം കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാർബോഹൈഡ്രേറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കൂടുതലുണ്ട്, സീരിയൽസിൽ കൂടുതലുണ്ട്. നിങ്ങൾക്ക് വേണ്ട ടോട്ടൽ കാലറിയുടെ ഒരു 60% എങ്കിലും കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വേണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്.
രണ്ടാമത്തെ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ആണ് നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളത്. എപ്പോഴും നമുക്ക് എനർജി നൽകുന്നത്, അതായത് ഓടുവാനും ചാടുവാനും ഒക്കെ ഉള്ള ഒരു സ്ട്രെങ്ത് നൽകുന്ന ഒരു ന്യൂട്രിയൻ്റ് എന്ന് പറയാം നമുക്ക് പ്രോട്ടീനെ കുറിച്ച്. ഒരു ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻ്റ് ആണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ഇറച്ചി, മീൻ, ഇതിലൊക്കെ മുട്ട, ഇതിലൊക്കെ വളരെയധികം പ്രോട്ടീൻസ് ഉണ്ട്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ പൾസസ് യൂസ് ചെയ്യാം. സോയാബീൻ നല്ലൊരു ഓപ്ഷനാണ്. സോയാബീൻ ചങ്ക്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഉള്ള വെജിറ്റേറിയൻ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ നോൺ വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നോൺ വെജിറ്റേറിയൻ എന്ത് ഭക്ഷണം എടുത്തു കഴിഞ്ഞാലും അതൊക്കെ നല്ലൊരു സോഴ്സാണ് പ്രോട്ടീൻ്റെ. ഇനി ടീനേജ് ഏജ് ഗ്രൂപ്പിൽ ഇഷ്ടമല്ലാത്തൊരു ന്യൂട്രിയൻ്റ്, ടീനേജ് മാത്രമല്ല അഡൽട്ട് ഏജ് ഗ്രൂപ്പിലും എല്ലാവരും ഒന്ന് മുഖം ചുളിച്ചുകൊണ്ട് കാണുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റും അത്യാവശ്യം തന്നെയാണ്. ടോട്ടൽ കാലറിയുടെ 30% ഫാറ്റ് ആവശ്യമുണ്ട്. 30%-ൽ താഴെ നിന്നാലും കുഴപ്പമില്ല, എന്നാലും 25 to 30% ഫാറ്റ് വേണമെന്നാണ്. അതിൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല എന്ന് മാത്രം. ഫാറ്റിനെ പല വിധമായിട്ട് നമുക്ക് തരംതിരിക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്, അൺസാച്ചുറേറ്റഡും ഉണ്ട്. സാച്ചുറേറ്റഡ് ഹെൽത്തിന് അത്ര നല്ലതല്ല. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നട്ട്സും നല്ലൊരു സോഴ്സാണ് ഫാറ്റിൻ്റെ, പക്ഷേ ഹെൽത്തി ഫാറ്റാണ് കേട്ടോ നട്ട്സിലുള്ളത്, അത് യൂസ് ചെയ്യാവുന്നതാണ്. എഗ് യോക്ക് ഇടയ്ക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ടീനേജ് ഏജ് ഗ്രൂപ്പിൽ മുട്ട ഡെയിലി ഓരോന്ന് യൂസ് ചെയ്താലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. നല്ല ഫാറ്റ് തന്നെയാണ് അതിലടങ്ങിയിരിക്കുന്നത്. കൊളസ്ട്രോൾ കണ്ടന്റ് ഉണ്ട് എങ്കിൽ പോലും ഒരുപാട് ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ കൂടുതലായിട്ട് മുട്ടയുടെ ഉണ്ണിയിൽ അടങ്ങിയിട്ടുണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മത്സ്യത്തിൽ. പോളി അൺസാച്ചുറേറ്റഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മത്സ്യം നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കൻ ഉപയോഗിക്കാം. റെഡ് മീറ്റ്സ് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ഓയിൽസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ എണ്ണയിൽ വറുത്ത ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതിയാവും. അല്ലാതെ ഫാറ്റ് നിങ്ങൾക്ക് കുറഞ്ഞ എമൗണ്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഘീ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഘീ ഒന്നും ഇപ്പോഴത്തെ തലമുറ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തേയില്ല. ഘീ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാം ഇങ്ങനെ പറയുന്നത്, നെയ്യ് ഉപയോഗിച്ചാൽ തടി കൂടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കേണ്ട വരാറുണ്ട് ഇടസമയത്ത്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു റൂളാണ്, ഡയറ്റീഷ്യൻസ് മസ്റ്റായിട്ട് അവിടെ പോയി ക്ലാസ് എടുക്കണം. അപ്പോൾ പല കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത ടെൻഷനാണ്. ഇതൊക്കെ ഉപയോഗിച്ചാൽ തടി കൂടില്ലേ, ഞങ്ങൾ ഇങ്ങനെ സ്ലിം ആവില്ലല്ലോ, വല്ലാണ്ട് വെയിറ്റ് കൂടി ബൾക്കിനെസ് ആവില്ലേ എന്നൊക്കെ ചോദിക്കണേ. പക്ഷേ അങ്ങനൊന്നുമല്ല, കുട്ടികൾക്ക് അതറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. പണ്ടൊക്കെ നന്നായിട്ട് ഫുഡ്, ഇപ്പം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എന്ന് വെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിലൊക്കെ എല്ലാം വീട്ടിൽ കുക്ക് ചെയ്ത ആഹാര സാധനങ്ങളാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് കഴിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും വീട്ടിൽ ചോറ് തന്നെ ആയിരിക്കും മിക്കവാറും ചെല്ലുന്ന സമയത്ത്, അല്ലേ? പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, ചോറായിരിക്കും കൂടുതൽ. പക്ഷെ അതിൻ്റെ കൂടെ പച്ചക്കറികൾ നന്നായിട്ടുണ്ടാവും, ഇലക്കറികൾ നന്നായിട്ടുണ്ട്. ആ സമയത്തൊക്കെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഞങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒട്ടും യൂസ് ചെയ്യില്ല. പക്ഷേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഞാൻ മെയിനായിട്ട് 3 മാക്രോ ന്യൂട്രിയൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. മൈക്രോ ന്യൂട്രിയൻസിൽ പെടുന്നതാണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ. അത് ഫ്രൂട്ട്സിൽ നിന്ന് വെജിറ്റബിൾസിൽ നിന്നും ഒക്കെ കൂടുതൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ആഹാര സാധനങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇന്ന് അധികം ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ കൂടുതലും ടീനേജ് ഏജ് ഗ്രൂപ്പുകാർ യൂസ് ചെയ്യുന്നത് ബർഗർ, പിസ്സ, അതുപോലെ മൈദ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ, ഡോനട്ട്, മൊമോസ് തുടങ്ങിയവയൊക്കെ കൂടുതലായിട്ട് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വിചാരം എന്താ, ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ട് ഈ ബർഗറോ പിസ്സയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മേക്കപ്പായി പോകും, ഇവർക്ക് ടേസ്റ്റ് ഉണ്ടാവും, വെയിറ്റ് കൂടില്ല എന്നുള്ളൊരു ധാരണയാണ്. പക്ഷെ അത് തെറ്റാട്ടോ. ഒരു ചോറിൻ്റെ മീൽസ് കഴിക്കുന്നത്, ചോറും വെജിറ്റബിൾസും ഫിഷും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു മീൽസ് കഴിക്കുന്ന ഇതിൻ്റെ ഇരട്ടി കാലറിയാണ് വരുന്നത് ഒരു ബർഗർ, പിസ്സയൊക്കെ കഴിക്കുമ്പോൾ. സോഡിയം കണ്ടന്റ് വളരെ കൂടുതലാണ് ഇതിലൊക്കെ. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സാധാരണ നമുക്ക് വേണ്ടത് ഒരു 1500 മില്ലിഗ്രാമിൽ താഴെ സോഡിയമാണ് ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിലെ കുട്ടിക്ക് വേണ്ടതെങ്കിൽ ഒരു ബർഗറിൽ തന്നെ ഏകദേശം 650 മില്ലിഗ്രാമോളം സോഡിയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി പിസയിലും ഒക്കെ അതുപോലെ തന്നെ ടിൻ ഫുഡ്സിലൊക്കെ നന്നായിട്ട് സോഡിയം അടങ്ങിയിട്ടുണ്ട്. ഷുഗർ ലെവലും വളരെ കൂടുതലാണ്. ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഫാറ്റും വളരെ കൂടുതലാണ്.
കാലറി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബർഗറിലൊക്കെ 350-400 കാലറിയോളം അടങ്ങിയിട്ടുണ്ട്. അതും ശരീരത്തിന് ഒട്ടും നല്ലതല്ല. കാരണം ഒരു മീലില്ല, നമ്മൾ ഉച്ചയ്ക്ക് ഒരു മീൽ കഴിക്കുമ്പോൾ ഇത്രയും കാലറി വരുന്നില്ല, അതിൻ്റെ ഇരട്ടി കാലറിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ കഴിക്കുന്നത് അൺഹെൽത്തി ആണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂട്ടുവാനും ഇത് കാരണമാകുന്നുണ്ട്. ഇത് ഒക്കേഷണലി വല്ലപ്പോഴും കഴിക്കുന്നവരോടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒക്കേഷണലിയൊക്കെ നമുക്കിപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്തു എന്ന് വെച്ചൊന്നും വലിയ കുഴപ്പമില്ല. റെഗുലർ ബേസിസിൽ ഇപ്പോൾ കുട്ടികൾ മെയിനായിട്ട് ഉച്ചയ്ക്ക് ഫുഡൊന്നും സ്കൂളിൽ കൊണ്ടുപോകാതെ പൈസ വീട്ടിൽ നിന്ന് കൊടുത്തു വിടും. ഈ പൈസ വെച്ചിട്ട് ഇതുപോലെയുള്ള ഭക്ഷണ സാധനമാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ റെഗുലർ ബേസിസിൽ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഏജ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ വലിയൊരു രോഗിയായിട്ട് മാറും. അത് 100% ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. ബർഗർ, പിസ്സയൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ കുടിക്കുന്ന ഒരു സംഭവമാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെപ്സിയോ കോളയോ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും കുടിക്കാറുണ്ട് കുട്ടികൾ. അപ്പോൾ ഇതോടെ ബ്ലോട്ടിങ് അസിഡിറ്റിയൊക്കെ നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മൈദയുടെ ആഹാര സാധനങ്ങൾ, മൈദയിൽ അലോക്സാൻ എന്ന് പറയപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ചേർത്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു കെമിക്കലാണ്, ഹാംഫുൾ കെമിക്കലാണ്. കാരണം മൈദ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു കെമിക്കലാണ്. ഇത് നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. ഇതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഒക്കേഷണലി വല്ലപ്പോഴും ഒരു കൊതിക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒക്കേഷണലി യൂസ് ചെയ്താണ് ഇത് അഡിക്ഷനായി മാറുന്നത്. അത് വേറൊരു കാര്യം. കാരണം ഇതിലുള്ള കെമിക്കൽ നമ്മുടെ ബ്രെയിനിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുകയും ഇത് ഒരു അഡിക്ഷനിലോട്ട് നമ്മളെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു അഡിക്ഷൻ ആവില്ലേ, അതുപോലെ ഒരു അഡിക്ഷൻ ആയി മാറാണ് ഇതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡ്സും. അപ്പോൾ കഴിയുന്നത്ര ഇത് ഉപയോഗിക്കാതിരുന്ന അത്രയും നല്ലത്. ഇനി നിങ്ങൾക്ക് അത്ര നിർബന്ധമെങ്കിൽ വല്ലപ്പോഴും ഒരെണ്ണം യൂസ് ചെയ്യുക. അല്ലാതെ റെഗുലർ ബേസിസിൽ ഒരിക്കലും കുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇതുപോലെ സാധാരണ കുക്ക് ചെയ്ത ആഹാര സാധനം തന്നെയാണ് എപ്പോഴും ലഞ്ചിന് കൊടുത്തു വിടുന്നത്. ആ സമയം സ്കൂളിലും ബാക്കിയുള്ള കുട്ടികൾ ഇതുപോലെ ബർഗറും പിസയൊക്കെ കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡ്സ് എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് അമ്മയോട് ദേഷ്യം തോന്നും. കാരണം എൻ്റെ അമ്മ എന്താ കുക്ക് ചെയ്ത് കൊടുത്തു വിടുന്നത്, ഇതുപോലെ പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് വാങ്ങിക്കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അമ്മയുടെ ദേഷ്യം തോന്നിയിരുന്നു എന്ന്. പക്ഷേ പിന്നീട് വളർന്നപ്പോഴാണ് മനസ്സിലായത് ബാക്കിയുള്ള കുട്ടികൾക്ക് വളരെയധികം അസുഖങ്ങൾ അവർക്ക് പിടിപെട്ട് തുടങ്ങി. ചെറിയ ടൈമിൽ തന്നെ അവർക്ക് ഒബൈസിറ്റി, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ചെറുപ്രായത്തിൽ തന്നെ 10-18 വയസ്സായപ്പോൾ തന്നെ ഹൈപ്പർ ടെൻഷനൊക്കെ വന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലായതെന്ന് അമ്മ ചെയ്തതിൻ്റെ ഒരു മാഹാത്മ്യം എന്നോട് പറയണ്ടായി. അമ്മമാരൊരിക്കലും കുട്ടികൾക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യില്ലല്ലോ. അവരെപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് കൺസേൺ ആയിരിക്കും. അപ്പോൾ പിന്നെ അതല്ലാത്തവരും ഉണ്ട് കേട്ടോ. കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് പൈസ കൊടുത്ത് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരും ഉണ്ട്. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ലൈഫിൽ. ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അമ്മമാരും ശ്രദ്ധിക്കുക. ടീനേജ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് കുക്ക് ചെയ്ത് തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് നോക്കാം. അത് പ്രത്യേകം പ്രൊമോട്ട് ചെയ്യുകയും വേണം. ഈ ഏജ് ഗ്രൂപ്പിൽ വേറൊരു പ്രത്യേകത കാണുന്നതെന്ന് വെച്ചാൽ വെള്ളം കുടി വളരെ കുറവായിരിക്കും. വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാം. വെള്ളം ധാരാളം കുടിക്കുക. ഇപ്പോൾ ഒരു ഫാമിലിയിൽ എല്ലാവരും ഒരു കുപ്പിയിൽ നിന്ന് തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കുമായിട്ടല്ലേ ഇത് കിട്ടുള്ളൂ. ഒരാളും ഒരു കുപ്പി വെള്ളം ടേബിളിന്മേൽ നിറച്ച് വയ്ക്കുക. അങ്ങനെ 3 ബോട്ടിൽ വെള്ളം ഒരു ദിവസം കുടിക്കുക. അങ്ങനെ കണക്കാക്കി വേണം കുടിക്കാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഒരു കുപ്പി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും ആ കുപ്പിയിൽ നിന്ന് തന്നെ എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് കണക്കറിയാൻ പറ്റില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് ബോട്ടിൽ വയ്ക്കുക. ഓരോ ബോട്ടിലിൽ ഓരോരുത്തർ യൂസ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ, ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് കുട്ടികളോട് പറയുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ദോശമാവ് ഇരിക്കുകയാണെങ്കിൽ 2 ദോശ ചുട്ട് കൊടുക്കാം. വെള്ളയപ്പത്തിൻ്റെ മാവ് ഇരിക്കുകയാണെങ്കിൽ വെള്ളയപ്പം ചുട്ട് കൊടുക്കാം. അല്ലാതെ എണ്ണയിൽ വറുത്തെടുത്ത സാധനങ്ങൾ, പൊരിച്ച സാധനങ്ങൾ, പിന്നെ ഇതുപോലെ ഫാസ്റ്റ് ഫുഡ്സ്, റോള്, സമൂസ, കട്ട്ലറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സാധാരണ നോർമൽ ഫുഡ് കൊടുക്കുന്നതാണ്. പിന്നെ അത്ര ഹെവി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നട്ട്സ് കൊടുക്കാവുന്നതാണ്. സീഡ്സ് കൊടുക്കാം. അതൊക്കെ നല്ലത് തന്നെയാണ്. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കേട്ടോ. കാരണം ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് എപ്പോഴും നമുക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ടീനേജ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. ഒരു +1 +2 ഒക്കെ ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ നന്നായിട്ട് പഠിക്കാനുണ്ടാവും. 10th കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏജ് ഗ്രൂപ്പിൽ നമ്മുടെ ബ്രെയിന് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അതിനും ഒരു റെസ്റ്റ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് കുട്ടികളെ നിർബന്ധിക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റി മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പുറത്തിറങ്ങുകയാണെങ്കിൽ കളിക്കാനായിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ബാഡ്മിൻ്റൺ ആണെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കളികൾ നല്ലതാണ്. കുറച്ച് നേരം വെയിൽ കൊള്ളിക്കുക. വൈറ്റമിൻ ഡി അതുപോലെ വൈറ്റമിൻ B12-ൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് വളരെയധികം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഒരുപാട് ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ടീനേജ് ഏജ് ഗ്രൂപ്പിന്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിൽ കൊള്ളാനായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. ഒരുപാട് ചൂടുള്ള സമയമല്ല ഞാൻ പറഞ്ഞ കേട്ടോ, ഇപ്പോൾ നല്ല ചൂടുള്ള ടൈമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് ഹെവി ആയിട്ട് വെയിൽ കൊള്ളുന്ന ഒരു ടൈമിൽ അതൊന്ന് ഒഴിവാക്കിക്കോളൂ. അല്ലാത്ത സമയത്ത് ചെറിയൊരു ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. പിന്നെ സൺസ്ക്രീന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി വെയിലിൽ നിന്ന് ലഭിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഇല്ലാതെ വേണം വെയിലത്ത് നിൽക്കാനായിട്ട്. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ B12-ൻ്റെ ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അയൺ കാൽഷ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാണുന്നുണ്ട് കുട്ടികളിൽ. പാലിൽ നന്നായിട്ട് കാൽഷ്യം ഉണ്ട്. പാല് കുടിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ നിർബന്ധിക്കേണ്ട. അല്ലാത്തവർക്കൊക്കെ ഓരോ ഗ്ലാസ്സെങ്കിലും പാല് കൊടുക്കാം. പിന്നെ അതുപോലെ മുള്ളോട് കൂടെ നമ്മൾ കടിച്ചു തിന്നുന്ന മത്സ്യങ്ങളില്ലേ, അങ്ങനത്തെ മീനുകൾ റെഗുലറായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ നിന്ന് കാൽഷ്യം ലഭിക്കും. ഇലക്കറികൾ കൂടുതലായിട്ട് കൊടുക്കുക. അയണിൻ്റെ ഡെഫിഷ്യൻസി മാറാനായിട്ട് അത് നല്ലതാണ്. അതുപോലെ ശർക്കര, അവൽ ഇതൊക്കെ വളരെ നല്ലതാണ് അയൺ ലഭിക്കുവാനായിട്ട്. ഡേറ്റ്സ്, ഈന്തപ്പഴം നന്നായിട്ട് കൊടുക്കുക. ഡേറ്റ്സിൻ്റെ സിറപ്പ് മിക്കവരും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ റോ ആയിട്ടുള്ള ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. B12 സാധാരണയായിട്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനത്തിലാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അധികം ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. പക്ഷേ വെജിറ്റേറിയൻസിന് B12-ൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പയറുവർഗ്ഗങ്ങൾ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കാം. B12 നന്നായിട്ടുണ്ട് പയറുവർഗ്ഗങ്ങളിൽ. ഇത്രയുമാണ് ടീനേജ് ഏജ് ഗ്രൂപ്പിലെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ടീനേജ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫുഡ് ഹാബിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ കാലത്ത്. ഇനി ഡിസീസിൻ്റെ, അസുഖങ്ങളുടെ കാലമാണ്. പണ്ടൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിഷനൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഒരുപാടാണ് അഡ്മിഷൻസ്. ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരസുഖം മാറി വീട്ടിലെത്തുമ്പോഴത്തേനും അടുത്തത് വരും, വീണ്ടും അഡ്മിഷൻ ആവുന്നുണ്ട്. ഇനി അതല്ല, ഇനി അടുത്ത തലമുറയാകുമ്പോൾ ഇതിൽ കൂടുതലായിരിക്കും. ഇനിയെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിലൊന്നും സ്ഥലം ഉണ്ടാവില്ല രോഗികളെ കിടത്താനായിട്ട്. അത്ര അധികം അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.